ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇറ്റ്സ് മീ സ്നേഹ കിച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ? തീരെ സുഖമില്ലായിരുന്നു. പ്രഷറൊക്കെ കുറച്ച് ഹൈ ആയി. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് വീഡിയോസ് ഒന്നും ഇട്ട് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരാൻ. പിന്നെ ഇന്നലെയൊക്കെ 1-2 ഷോർട്ട് വീഡിയോസ് ഇട്ട്. ഇന്നെനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു നല്ല വ്യക്തിത്വമുള്ള ആളാകുക എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. അതിൽ 100% ശരികളുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായമോ യോജിപ്പോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് കമൻ്റായിട്ട് തന്നെ ഇടണം കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല വ്യക്തിത്വമുള്ള ആൾ ഒരു നല്ല ശ്രോതാവായിരിക്കും. മറ്റുള്ള ഒരാളെ കേട്ടിരിക്കാൻ മനസ്സുള്ള ആളായിരിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ വട്ടവർ എന്തിനെക്കുറിച്ചിട്ടും ആയിക്കോട്ടെ, അവർ പറയുന്നത് ശ്രദ്ധയോടെ, അവിടെ ഇവിടെയും ശ്രദ്ധിച്ചിരുന്നിട്ടല്ല, ശ്രദ്ധയോടെ കേട്ടിരിക്കണം. കേട്ടിരിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അവർക്കേ നല്ലൊരു വ്യക്തിത്വമാകാൻ പറ്റുള്ളൂ. ഈ കേട്ടിരിക്കുന്നതിൽ കൂടി നമ്മുടെ ആശയങ്ങൾ വളരുകയാണ്. പിന്നെ ഒരാളെ സൈലൻ്റായിട്ട് കേട്ടിരിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അത് നല്ല മൈൻഡ് പവർ ഉള്ളവർക്കേ പറ്റൂ. അങ്ങനെ കേട്ടിരുന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റും കിട്ടുന്ന ആളുടെ മനസ്സിൻ്റെ ഒരു റിലീഫിങ്, അതൊരു ഭയങ്കരമാണ്. അതൊരു പുണ്യപ്രവൃത്തിയാണെന്നേ ഞാൻ പറയാറുള്ളൂ. ഈ ലോകത്ത് പല പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും, നമ്മുടെ ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരാരുമില്ല അല്ലേ? പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ ഒരു നിമിഷത്തേക്കിന് നമ്മൾക്കൊരു കൈ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആശ്വാസമാകാൻ കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള മനുഷ്യൻ. അതേപോലെ തന്നെ കുറച്ച് ആളുകളെ, എല്ലാവരും ഒന്നുമില്ല, ചില ആളുകളെ നമ്മൾക്കറിയാം. എങ്ങനെയുള്ള ആളുകളെന്നറിയാം? എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം തികഞ്ഞാണ് എന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെ. ഞാനങ്ങനെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എന്തിനെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള വ്യക്തികളായിരിക്കും അവർക്കറിയാവുന്ന കാര്യത്തെക്കുറിച്ച് വേറൊരാളുടെ അറിവിനെ അളക്കാൻ സംസാരിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അത് ഭയങ്കര തെറ്റാണ്. നമ്മൾ ഒരാളെ അളക്കാൻ ശ്രമിക്കരുത്. നമുക്ക് കിട്ടുന്ന അറിവ് കൂടുന്തോറും നമുക്ക് വേണ്ടത് എന്താണെന്നറിയാം? എളിമയാണ് വേണ്ടത്. അതേപോലെ തന്നെ ലൈഫിൽ സത്യസന്ധത. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ, തെറ്റുകൾ കൂടിയാണ് ശരികൾ പഠിക്കുക. അപ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധത പാലിക്കാൻ പഠിക്കുക. വേറൊരാളെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് തുറന്ന് പറയാം അല്ലേ? കേൾക്കുന്ന ആൾ ഒരിക്കൽ പോലും ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ ഗൗനിച്ചെന്ന് വരില്ല, നമ്മുടെ വാക്കുകളെ ആയിരിക്കും ശ്രദ്ധിക്കുക. അവർ ചിന്തിക്കും ഒരു നിമിഷമെങ്കിലും ശരിയോ തെറ്റോ അവനത് അല്ലെങ്കിൽ അവളത് തുറന്ന് പറയാൻ മനസ്സ് കാണിച്ചല്ലോ. ആ സത്യസന്ധത അവരെ വിശ്വസിക്കാം. അതൊരു മനുഷ്യൻ്റെ നല്ല വ്യക്തിത്വമാണ്. ഞാനും നിങ്ങളും എല്ലാം പാലിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, ഈ ഉപദേശമൊക്കെ പറയുന്നത് ഇവള് നല്ല വ്യക്തിത്വമുള്ളതാണ്. അല്ല, എനിക്ക് എൻ്റേതായ കുറവുകളും കുറ്റങ്ങളുമുണ്ട്. ഞാനും ശ്രമിക്കുകയാണ് നല്ല വ്യക്തിത്വമുള്ള ഒരാളായിരിക്കാൻ, ഒരു നല്ല ശ്രോതാവാകാൻ, പരമാവധി സത്യങ്ങൾ പറയാൻ ലൈഫിൽ. അപ്പം ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.